السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه الفائزين. أما بعد. ഏറാദരണീയനായ മുസ്ലിം കേരളത്തിന്റെ അഭിമാന ഭാജനം പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അവർകളെ, വന്ദ്യനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർകളെ, അഭിവന്ദനായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അജയ്യനായ ജനറൽ സെക്രട്ടറി ഷെയ്ഖുൽ ജാമിയ കെ ആലിക്കുട്ടി ഉസ്താദ് അവർകളെ, ആദരണീയരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമുന്നതരായ പണ്ഡിത നേതാക്കളെ, സാദാത്തുക്കളെ, ബഹുമാന്യരായ ഉമറാക്കളെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മധീരരായ ഭടന്മാരെ, വിശിഷ്യ ഈ സ്ഥാപനത്തിൽ നിന്ന് ബിരുദം വാങ്ങി കർമ്മരംഗത്തേക്ക് തിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട യുവ പണ്ഡിതരായ പൊന്നനുജന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ജാമിഅ നൂരിയ അറബിക് കോളേജിന്റെ 54ാം വാർഷികമാണല്ലോ ഇന്ന് സമാപിച്ചുകൊണ്ടിരിക്കുന്നത്. നീണ്ട 14 നൂറ്റാണ്ടുകൾക്കപ്പുറം ആദരണീയരായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദരണീയരും അനുകരണീയരുമായ അനുചരന്മാർ ഈ ദീനിന്റെ വെള്ളി വെളിച്ചം നമ്മുടെ കൊച്ചു കേരളത്തിന് കൈമാറിയുകയും നീണ്ട 13 നൂറ്റാണ്ടുകാലം ആ വിശുദ്ധമായ ആശയാദർശങ്ങൾ കേരളീയ മുസ്ലിം സമൂഹത്തിൽ അഭംഗുരം നിർവിഘ്നം നിലനിന്ന് വരികയും ചെയ്തു എന്നത് ഒരു ചരിത്രപരമായ യാഥാർത്ഥ്യം മാത്രമാണ്. 1920കളിൽ കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ മഹത്തായ പൈതൃകത്തിനും പാരമ്പര്യത്തിനും അതിന്റെ കടക്ക് കത്തിവെച്ചുകൊണ്ട് വിഷലിപ്തമായ ആശയങ്ങളുമായി കേരളീയ മുസ്ലിം സമൂഹം സ്വീകരിച്ചു പോന്ന പാരമ്പര്യ മാർഗവും ഇസ്ലാമിക സമൂഹവും മൊത്തം ദീനിന്റെ നേർമാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുകയും ബഹുദൈവ വിശ്വാസത്തിലേക്ക് നീങ്ങുകയും ചെയ്തു എന്ന ദുരാരോപണം ഉന്നയിച്ചുകൊണ്ട് വഹാബി പ്രസ്ഥാനം ഉടലെടുത്തു. വഹാബി പ്രസ്ഥാനത്തിന്റെ പോക്ക് തടയാതെ പോവുകയാണെങ്കിൽ കേരളീയ മുസ്ലിം സമൂഹത്തെ അവർ വെട്ടി വിഴുങ്ങുമെന്ന് മനസ്സിലാക്കിയ ദീർഘദർശനം ചെയ്ത മഹാന്മാരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആ കാലഘട്ടത്തിലെ സാത്വികരും നിഷ്കളങ്കരും ആദരണീയരുമായ ഉജ്ജ്വല പണ്ഡിതന്മാരും സാദാത്തുക്കളുമായ മഹാത്മാക്കൾ 1926 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് രൂപം നൽകി. വഹാബി പ്രസ്ഥാനത്തിന്റെ ആശയാദർശങ്ങളെ സമസ്ത ശക്തിയുക്തം തെളിവുകളുടെ വെളിച്ചത്തിൽ കേരളീയ മുസ്ലിം സമൂഹത്തിന് മുമ്പിൽ സമർപ്പിച്ചു. യുവ പണ്ഡിത സമൂഹത്തെ കേരളീയ സമൂഹത്തിന് ആവശ്യം തീരുവോളം വാർത്തെടുക്കൽ അനിവാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നീണ്ട 54 വർഷങ്ങൾക്ക് മുമ്പ് പട്ടിക്കാട് ജാമിഅ നൂരിയ അറബിക് കോളേജിൽ സ്ഥാപിക്കപ്പെട്ടു. നമ്മുടെ പൂർവികരായ മഹാത്മാക്കളുടെ ദീർഘദർശനം അക്ഷരാർത്ഥത്തിൽ ശരിയായിരുന്നു എന്ന് തെളിയിച്ചുകൊണ്ട് 7000-അധികം വരുന്ന ഫൈലിമാരായ യുവ പണ്ഡിത സഹോദരന്മാർ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ മഹാത്മാക്കളായ നമ്മുടെ പണ്ഡിതന്മാരുടെയും സാദാത്തുക്കളുടെയും തണലിൽ കേരളത്തിന്റെ മുക്ക് മൂലകളിൽ നിരന്തരം പ്രബോധനം ചെയ്തതിന്റെ ഫലമായി ബിദ്അത്തിന്റെ കോട്ടകൾ ശിഥിലമാകുകയും ചിന്നിച്ചിതറുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ദൃശ്യമാണ് കേരളീയ മുസ്ലിം സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 14 നൂറ്റാണ്ടുകൾക്കപ്പുറം പറഞ്ഞു, ലോകത്തെന്തൊക്കെ മാറ്റം വന്നാലും എന്തൊക്കെ ആദർശ വ്യതിയാനങ്ങൾ വന്നാലും ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി, എന്റെ പ്രിയപ്പെട്ട ഇസ്ലാമിക സമൂഹത്തിലെ ഒരു വിഭാഗം ആദർശത്തിൽ നിന്ന് അണുവളവ് വ്യതിചലിക്കാതെ
ആദർശത്തിന്റെ നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുക തന്നെ ചെയ്യുമെന്ന ആ പ്രവാചക വചനം അന്വർത്ഥമാകുമാറ് സമസ്ത കേരള ജംഇയ്യത്തുകളുടെ നേതൃത്വത്തിൽ ഇതാ കേരളീയ മുസ്ലിം സമൂഹം നേർമാർഗത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ വീഥിയിൽ പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ വീഥിയിൽ പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സുന്നത്ത് ജമാഅത്തിന്റെ നേർമാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയ ആദർശ വൈകല്യം വന്ന ഏതൊക്കെ വിഭാഗങ്ങൾ ഏതൊക്കെ കാലത്തുണ്ടായിട്ടുണ്ടോ അവരെയൊക്കെ മുഖം നോക്കാതെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേരളീയ മുസ്ലിം സമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിച്ചിട്ടുണ്ട്. വഹാബി പ്രസ്ഥാനം അത് ഭീകര പ്രസ്ഥാനത്തിന്റെ ഭാഗമാണെന്നും അത് ബിദ്അഈ പ്രസ്ഥാനമാണെന്നും കേരളീയ മുസ്ലിം സമൂഹത്തെ പഠിപ്പിക്കുന്നതോടൊപ്പം ജമാഅത്തെ ഇസ്ലാമി വന്നപ്പോൾ അത് ബിദ്അഈ പ്രസ്ഥാനം തന്നെയാണെന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തുറന്നു കാണിച്ചു. തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് ഉസ്താദുൽ അസാതീദ് റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ മഹാനോട് അധ്യക്ഷതയിൽ ചേർന്നാണ് തബ്ലീഗ് ജമാഅത്ത് ബിദ്അത്തിന്റെ പാർട്ടിയാണെന്ന് തീരുമാനിച്ചത്. ഈ വിധത്തിൽ പ്രത്യക്ഷത്തിൽ നല്ലതാണെന്ന് തോന്നിക്കുന്ന കക്ഷികൾ പോലും കൃത്യമായി പഠിച്ചറിഞ്ഞ് തിരിച്ചറിഞ്ഞ് അവരുമായി ഒരുവിധ ബന്ധവും പറ്റില്ലെന്നും അവരെ സമുദായത്തിൽ നിന്നും മാറ്റി നിർത്തണമെന്നും അവരുടെ ആദർശം ഉൾക്കൊള്ളാൻ പറ്റില്ലെന്നും പച്ചയായി പ്രഖ്യാപിച്ചുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ പണ്ഡിതന്മാർ മുന്നോട്ട് പോയതിന്റെ ഫലമായിട്ടാണ് ഇന്ന് കേരളീയ മുസ്ലിം സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അന്തസ്സോടെ ആത്മാഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുന്ന ഈ 10,000 ഇസ്ലാമിക പ്രബോധകന്മാരെ വാർത്തെടുക്കാൻ കഴിഞ്ഞത് എന്ന സത്യം സാന്ദർഭികമായി അനുസ്മരിക്കുകയാണ്. മാത്രമല്ല അതോട് ചേർത്തി പറയേണ്ട ഒരു കാര്യമുണ്ട്. കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ പാരമ്പര്യത്തിന് വിരുദ്ധമായി കേരളീയ മുസ്ലിം സമൂഹത്തെ മുഴുവൻ മുശ്രിക്കുകളും ബഹുദൈവ വിശ്വാസികളുമായി ചിത്രീകരിച്ചുകൊണ്ട് കഴിഞ്ഞ 9 പതിറ്റാണ്ട് കാലമായി നിരന്തരമായി പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ബിദ്അഈ പ്രസ്ഥാനത്തിനെതിരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആശയപരമായ സമരം നടത്തിയപ്പോൾ അതിന്റെ അനുരണനങ്ങൾ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ കേരളീയ മുസ്ലിം സമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്ത് സംഭവിച്ചു മുജാഹിദ് പ്രസ്ഥാനത്തിന്? മുജാഹിദ് പ്രസ്ഥാനത്തിന് എന്ത് സംഭവിച്ചു പരിശോധിക്കപ്പെടേണ്ടതാണ്. സത്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്നത് കേവലം ഒരു ബിദ്അഈ പ്രസ്ഥാനമല്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേരുകൾ പരിധി നോക്കിയാൽ, ലോക ചരിത്രത്തിൽ പരിശോധിച്ചു നോക്കിയാൽ, ഇസ്ലാമിക ലോകം ഏറ്റവും ആദരവോടുകൂടി കാണുന്ന മഹാനായ സയ്യിദുന അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ മഖാമിൽ കത്തിവച്ച് കൊത്തിത്തകർത്ത് പിക്കാസ് വെച്ച് ചിഹ്ന ഭിന്നമാക്കിയത് ഈ വഹാബി പ്രസ്ഥാനമാണ്, സലഫി പ്രസ്ഥാനമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ സയ്യിദ് ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ മഖാം തകർത്ത് തരിപ്പണമാക്കിയത് ഈ വഹാബി പ്രസ്ഥാനമാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ മഹാത്മാക്കളുടെ മഖാമുകൾ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കിയെന്ന് മാത്രമല്ല, ഹബീബായ നമ്മുടെ കരളിന്റെ കഷ്ടമായ അഷ്റഫുൽ ഖൽഖ് നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച വീട് അതിൽ ബറക്കത്തെടുത്താൽ ശിർക്കാകുമെന്ന് പറഞ്ഞുകൊണ്ട് പിക്കാസ് കൊണ്ട് കൊത്തിക്കളഞ്ഞ് നാമാവശേഷമാക്കി കളഞ്ഞത് ഇതേ വഹാബി പ്രസ്ഥാനമാണ്. ആ വഹാബി പ്രസ്ഥാനം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത പേരുകളിലായി അൽ ഖായിദ എന്നും IS എന്നും ബൊക്കോ ഹറാം എന്നും താലിബാൻ എന്നും തഹ്രീക്കെ താലിബാൻ എന്നും വ്യത്യസ്ത പേരുകൾ സ്വീകരിച്ചുകൊണ്ട് ഈ സാക്ഷാൽ വഹാബി പ്രസ്ഥാനത്തിന്റെ പതിപ്പുകളിൽ നിന്ന് അതിന്റെ തനിയാവർത്തനം ക്രൂരമായ മഖാമുകൾ തകർക്കലുകളും കൂട്ടക്കൊലകളും നടത്തിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവൻ അവർ ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ഇറാഖിലെ മൊസൂളിലായിരുന്നു അള്ളാഹുവിന്റെ അമ്പിയാക്കൾ പ്രമുഖനായ നബിയുല്ലാഹി യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖബർ. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖബർ 2014 ജൂലൈ 24 ബുൾഡോസർ കൊണ്ടുവന്ന് തകർത്ത് തരിപ്പണമാക്കിയത് ISന്റെ ഭീകരന്മാരായിരുന്നു. മഹാനായ നബിയുല്ലാഹി ദാനിയാൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖബർ മഖാം തകർത്ത് തരിപ്പണമാക്കിയത് ഈ ISന്റെ ഭീകരന്മാരായിരുന്നു. മഹാനായ ഷെയ്ഖ് അഹമ്മദ് കബീർ റിഫായി തങ്ങളുടെ മഖാം തകർത്ത് തരിപ്പണമാക്കിയത് ഈ ISന്റെ ഭീകരന്മാരായിരുന്നു. അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഇമാമുന നവവി റളിയല്ലാഹു അൻഹുവിന്റെ മഖാം തകർത്ത് തരിപ്പണമാക്കിയത് ഈ വർഷങ്ങളിൽ ISന്റെ ഭീകരന്മാരായിരുന്നു. ആ IS വഹാബി പ്രസ്ഥാനത്തിന്റെ
ഒരു ഭാഗമായി ലോകത്ത് ഇത്തരം ഭീകര പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിലെ വഹാബി പ്രസ്ഥാനവും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ അതിന്റെ പ്രമുഖരായ പണ്ഡിതന്മാർ പ്രസംഗിച്ചു, ഈ സൗദി അറേബ്യയുടെ ഭരണം കേരളത്തിലെ വഹാബി പ്രസ്ഥാനത്തിന് ലഭിക്കുകയാണെങ്കിൽ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പച്ച കുബ്ബതകൾ തകർത്ത് തരിപ്പണമാക്കും എന്ന് പ്രസംഗിച്ച ഭീകരന്മാർ ഇവിടെയും ജീവിച്ചിരിക്കുന്നത്. ഈ തരത്തിലുള്ള പ്രസ്ഥാനത്തിനെതിരെ സന്ധിയില്ലാ സമരം കഴിഞ്ഞ 9 പതിറ്റാണ്ടുകാലം സമസ്തയുടെ മക്കൾ നടത്തിയതിന്റെ ഫലമായി ഇന്നതാ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ചിഹ്ന ഭിന്നമായി ശിഥിലമായി കിടക്കുകയാണ്. ഞാൻ പറയട്ടെ, മുജാഹിദ് പ്രസ്ഥാനത്തിലെ 2 ഗ്രൂപ്പുകൾ യോജിച്ചു പോലും. മുജാഹിദ് പ്രസ്ഥാനത്തിലെ 2 ഗ്രൂപ്പുകൾ യോജിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, അസ്തിത്വത്തിന് നേരെ ഭീഷണി നേരിട്ടപ്പോൾ താൽക്കാലികമായി യോജിച്ചു എന്നല്ലാതെ ഇരു വിഭാഗം മുജാഹിദുകൾ പരസ്പരം നിലനിൽക്കുന്ന അടിസ്ഥാനപരമായ തൗഹീദിന്റെ ആദർശത്തിന് അവർക്ക് ഭിന്നത മാറ്റിവെക്കാനും ഒരുമിക്കാനും സാധിച്ചോ എന്നതാണ് പ്രസക്തമായ ചോദ്യം. അവർക്ക് ഒരുമിക്കാൻ സാധിച്ചിട്ടില്ല. ഇവിടെ ഔദ്യോഗിക ഗ്രൂപ്പ് മുജാഹിദ് പ്രസ്ഥാനവും മടവൂർ ഗ്രൂപ്പ് മുജാഹിദ് പ്രസ്ഥാനവുമാണ് ഒന്നായി ചേർന്നിരിക്കുന്നത്, ലയിച്ചു ചേർന്നിരിക്കുന്നത്. വളരെ കൃത്യമായി അവർ പറഞ്ഞു, ഞങ്ങൾ ഒന്നായി, ഞങ്ങൾ നന്നായി എന്ന് പറയുന്നുണ്ട്. പക്ഷേ വളരെ കൃത്യമായി നമുക്ക് ചോദിക്കാൻ സാധിക്കും, KNM എന്ന് പറയുന്ന ഔദ്യോഗിക വിഭാഗം മുജാഹിദ് പ്രസ്ഥാനം പ്രാർത്ഥന എന്നാൽ എന്താണെന്ന് പഠിപ്പിച്ച ഒരാശയമുണ്ട്, എഴുതി പഠിപ്പിച്ച ആദർശമുണ്ട്. പ്രാർത്ഥന എന്നാൽ മനുഷ്യന്റെ കഴിവിന് അതീതമായി ഗുണവും ദോഷവും വരുത്തിമത്തുന്ന പ്രത്യാശയോടുകൂടിയുള്ള അപേക്ഷക്കാണ് പ്രാർത്ഥന എന്ന് പറയുക. മനുഷ്യന്റെ കഴിവിന് അപ്പുറം ഏതായിരുന്നാലും ശരി, മനുഷ്യ കഴിവിന് അപ്പുറമുള്ള ഒരു കഴിവ് ഗുണം ചെയ്യാനോ ദോഷം ചെയ്യാനോ അല്ലാഹു മറ്റൊരു ശക്തിയോട് സഹായം തേടുന്നതിന് പ്രാർത്ഥന എന്ന് പറയും. ഇതനുസരിച്ച് മനുഷ്യ കഴിവിന് അതീതമാണ് ജിന്നിന്റെ കഴിവ്. ജിന്നിനോട് സഹായം തേടിയാൽ പ്രാർത്ഥനയാണ്, ശിർക്കാണ്. മനുഷ്യ കഴിവിന് അതീതമായ കഴിവാണ് മലക്കിന്റെ കഴിവ്. മലക്കിനോട് സഹായം തേടിയാൽ പ്രാർത്ഥനയാണ്, ശിർക്കാണ്. മനുഷ്യ കഴിവിന് അതീതമായ കഴിവാണ് പിശാചിന്റെ കഴിവ്. പിശാചിനോട് സഹായം തേടിയാൽ പ്രാർത്ഥനയാണ്, ശിർക്കാണ് എന്ന ആശയം വളരെ കൃത്യമായി ആധികാരികമായി മടവൂർ വിഭാഗം സ്ഥിരീകരിച്ചുകൊണ്ട് കേരളീയ മുസ്ലിം സമൂഹത്തിൽ നിരന്തരം ഭിന്നിച്ച ശേഷം നീണ്ട 15 വർഷക്കാലം പ്രബോധനം നടത്തിയപ്പോൾ ഔദ്യോഗിക വിഭാഗം മുജാഹിദ് പറഞ്ഞു, ഇല്ല, മനുഷ്യ കഴിവിന് അപ്പുറമുള്ളത് ചോദിച്ചാൽ ശിർക്കാകില്ല, ജിന്നിനോട് ചോദിച്ചാൽ ശിർക്കാകില്ല, മലക്കിനോട് ചോദിച്ചാൽ ശിർക്കാകില്ല, അതുപോലെ പിശാചിനോട് ചോദിച്ചാൽ പ്രാർത്ഥനയാകില്ല. മനുഷ്യന്റെ കഴിവിനപ്പുറം, ജിന്നിന്റെ കഴിവിനപ്പുറം, മലക്കിന്റെ കഴിവിനപ്പുറം, പിശാചിന്റെ കഴിവിനപ്പുറം, സകലമായ സൃഷ്ടികളുടെയും കഴിവിനപ്പുറമുള്ളത് ചോദിച്ചാലേ പ്രാർത്ഥനയാവൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ തൗഹീദിന്റെ കാര്യത്തിൽ, പ്രാർത്ഥനയുടെ കാര്യത്തിൽ, അടിസ്ഥാനപരമായ കാര്യത്തിൽ കൃത്യമായ വിഭാഗീയത പ്രകടിപ്പിച്ചുകൊണ്ട് ഔദ്യോഗിക വിഭാഗം മുജാഹിദുകളെ ഇപ്പേരിൽ മുശ്രിക്കുകളായി ചിത്രീകരിച്ചുകൊണ്ട് മടവൂർ വിഭാഗം നിരന്തരമായി മുന്നോട്ട് പോയപ്പോൾ ഇത്തരം അടിസ്ഥാന വിഷയങ്ങളിൽ എന്ത് മാറ്റം വരുത്തി? ഈ അടിസ്ഥാനപരമായ പ്രശ്നത്തിൽ എന്ത് തീരുമാനമെടുത്തു? ഔദ്യോഗിക വിഭാഗത്തിന്റെ തീരുമാനം മടവൂർ വിഭാഗം ശരിവച്ചോ? പ്രാർത്ഥന എന്നാൽ സൃഷ്ടികളുടെ കഴിവിന് അപ്പുറമുള്ളത് ചോദിക്കലാണ് പ്രാർത്ഥന എന്ന് മടവൂർ വിഭാഗം അംഗീകരിച്ചോ? അതല്ലെങ്കിൽ മനുഷ്യ കഴിവിന് അപ്പുറമുള്ളത് ചോദിച്ചാൽ തന്നെ പ്രാർത്ഥനയാകുമെന്ന് ഔദ്യോഗിക വിഭാഗം അംഗീകരിച്ചോ? ഈ ആദർശപരമായ വിഷയത്തിൽ എന്ത് തീരുമാനമെടുത്തുവെന്ന് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തോട് ഈ നിമിഷം വരെ ചോദിച്ചിട്ട് മറുപടി പറയാനാകാതെ വിഷമത്തിലകപ്പെടുന്നുവെന്ന് മാത്രമല്ല, ഈ ചോദ്യം മുജാഹിദ് മടവൂർ വിഭാഗത്തിന്റെ സംസ്ഥാന കൌൺസിൽ പ്രവർത്തകന്മാർ ചോദിച്ചപ്പോൾ ഇതിന് മറുപടി പറയാൻ തൽക്കാലം 2 വർഷം മാറ്റിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ശിർക്കിന്റെ തൗഹീദിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാതെ ആശയക്കുഴപ്പത്തിലകപ്പെട്ട പ്രതിസന്ധിയിൽ മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. യാഥാർത്ഥ്യമല്ലേ സഹോദരന്മാരെ? ഇതിന്റെ ഭാഗം തന്നെയാണ് സിഹ്ർ ചെയ്താൽ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാകുമോ ഇല്ലേ എന്ന വിഷയം. മടവൂർ വിഭാഗം പറയുന്നു, സിഹ്ർ ചെയ്താൽ അത് ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാണ്. ശിർക്കാണെന്നാണ്, അങ്ങനെ വിശ്വസിച്ചാൽ മുശ്രിക്കാകുമെന്നർത്ഥം, ഇസ്ലാമിക വൃത്തത്തിന് പുറത്താകുമെന്നർത്ഥം. എന്താ പ്രശ്നം? സിഹ്ർ ചെയ്താൽ, മാരണം ചെയ്താൽ ദോഷം വരുത്തുന്നത് പിന്നിൽ പ്രവർത്തിക്കുന്ന പിശാച. അപ്പൊ അദൃശ്യമായ നിലയിൽ മനുഷ്യനല്ലാത്ത പിശാചിന് ഉപദ്രവം വരുത്താൻ കഴിയുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാണ്. സത്യത്തിൽ മടവൂർ വിഭാഗം ഇങ്ങനെ ഉറപ്പിച്ചും തറപ്പിച്ചും പറയുമ്പോൾ കഴിഞ്ഞ 12-15 വർഷക്കാലം ഔദ്യോഗിക വിഭാഗം പറഞ്ഞു,
ഇല്ല, മരണത്തിൽ വിശ്വസിച്ചാൽ ശിർക്കാകില്ല. സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസിലുണ്ട്, അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോലും ലബീദ് ഇബ്നു ആസം എന്ന ജൂതൻ സിഹിർ ചെയ്തിട്ടുണ്ട്. അവിടെ പിശാച് ഉപദ്രവം വരുത്തി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് സിഹിർ വഴി പിശാചിന് സ്വാധീനം ചെലുത്താൻ സാധിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാകില്ല എന്ന് ഔദ്യോഗിക വിഭാഗം പറയുമ്പോൾ, ഈ വിഷയത്തിൽ തൗഹീദിന്റെ വിഷയത്തിൽ ശിർക്കിന്റെ വിഷയത്തിൽ ഏത് നിലപാടാണ് ശരി, ഏതാണ് നിങ്ങൾ സ്വീകരിച്ചത് എന്ന് കൃത്യമായി പറയണമെന്ന് പറയുമ്പോൾ പ്രവർത്തകർക്ക് മുന്നിൽ, സമൂഹത്തിന് മുമ്പിൽ, സമുദായത്തിന് പിന്നിൽ ഈ ശിർക്ക് തൗഹീദിന്റെ കാര്യത്തിൽ ഉത്തരം പറയാൻ ഈ വിഭാഗം മുജാഹിദ് പ്രസ്ഥാനങ്ങൾക്കും സാധിക്കില്ലെന്ന് മാത്രമല്ല, വളരെ കൃത്യമായി പറഞ്ഞാൽ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അവസ്ഥാവിശേഷം നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ മുജാഹിദ് പ്രസ്ഥാനം തന്നെ പറയുന്നു ഐക്യത്തിന് ശേഷം യോജിച്ചു എന്ന് ശരിയാണ്. പക്ഷെ ആദർശപരമായ കാര്യങ്ങളിൽ യോജിച്ചു എന്ന് പറയുമ്പോൾ തന്നെ സമ്പൂർണമായി യോജിച്ചു എന്ന് പറയാൻ പറ്റില്ല. മറിച്ച് ആദർശ വിഷയങ്ങളിൽ യോജിക്കണം എന്ന വിഷയത്തിൽ യോജിച്ചു എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ എന്ന് മുജാഹിദ് വിഭാഗത്തിന്റെ, മടവൂർ വിഭാഗത്തിന്റെ വാരിക ഇതാ കൃത്യമായി ഐക്യവുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ച ഐക്യപ്പെരുന്നാൾ എന്ന ലക്കത്തിൽ കൃത്യമായി ആധികാരികമായി വസ്തുനിഷ്ഠമായി 16 ഡിസംബറിന്റെ ലക്കത്തിൽ പേജ് നമ്പർ 22 ആധികാരികമായി ആദർശപരമായ വിഷയത്തെക്കുറിച്ച് അവർ എഴുതി വച്ച വസ്തുത നിങ്ങൾ ഈ വരികളൊന്ന് കേൾക്കുക. എന്താണ് ആദർശപരമായ വിഷയത്തെക്കുറിച്ച് അവർ പറയുന്നത്? ആദർശപരമായ വിഷയത്തിൽ, ശിർക്ക് തൗഹീദിന്റെ വിഷയത്തിൽ മറ്റേ വിഭാഗം മുശ്രിക്കാണ്, അല്ല ഈ വിഭാഗം മുശ്രിക്കാണ് എന്ന അടിസ്ഥാനപരമായ ഗൗരവതരമായ വിഷയത്തെക്കുറിച്ച് അവർ പറയുന്നത് നിങ്ങൾ കേൾക്കൂ. 2016 ജനുവരി 4 മുതൽ ഒക്ടോബർ 26 വരെ 11-10 മാസക്കാലം 6 സിറ്റിങ്ങുകളിലായി ആദർശ രംഗത്തെ യോജിപ്പ് എന്ന ആശയത്തിൽ ഒരുമിക്കാനായി, ആദർശ രംഗത്തെ യോജിപ്പ് വേണമെന്ന വിഷയത്തിൽ ഒരുമിക്കാനായി. പക്ഷേ ആദർശ വിഷയത്തിൽ യോജിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് ഇവർ തന്നെ പച്ചയായി സമ്മതിക്കുന്നു എന്ന് മാത്രമല്ല, ഐക്യത്തിന് ശേഷം പുറത്തിറങ്ങിയ 2 വിഭാഗം ഇതാ ഒന്നായി ചേർന്നു, ലയിച്ചു ചേർന്നു എന്ന് പറയുന്ന കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഔദ്യോഗിക വിഭാഗത്തിന്റെ KNM-ന്റെ മാസികയാണ് അൽമനാർ മാസിക. ഐക്യത്തിന് ശേഷം പുറത്തിറങ്ങിയ അൽമനാർ മാസിക ഇതാ കൃത്യമായി പേജ് നമ്പർ 50 പഠിപ്പിക്കുന്നു, സിഹിർ പ്രവാചകർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല സിഹിറിന് പ്രതിഫലനമുണ്ട്, അങ്ങനെ വിശ്വസിക്കൽ മുസ്ലിം സമൂഹത്തിന്റെ ബാധ്യതയാണ്, സ്വഹീഹുൽ ബുഖാരി പറയുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഒപ്പത്തിനൊപ്പം ഇറങ്ങിയ മുജാഹിദ് മടവൂർ വിഭാഗത്തിന്റെ വാരിക ഇതാ കൃത്യമായി പറയുന്നു, അല്ല സിഹിർ പ്രതിഫലിക്കില്ല, സിഹിർ പ്രതിഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ, ഒരു ജൂതൻ പ്രവാചകൻ സിഹിർ ചെയ്തു എന്ന് വിശ്വസിച്ചാൽ അവിടെ മറഞ്ഞ വഴിക്ക് പിശാച് സ്വാധീനം ചെലുത്തിയെന്ന് വിശ്വസിക്കേണ്ടി വരും, അത് ശിർക്കാണ് എന്ന് പച്ചയായി എഴുതുമ്പോൾ കേരളത്തിൽ ലയിച്ചൊന്നായി ചേർന്നുവെന്ന് പറയുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന് ശിർക്ക് തൗഹീദിന്റെ വിഷയത്തിൽ പോലും ആദർശ രംഗത്ത് തീരുമാനമെടുക്കാൻ സാധിച്ചിട്ടില്ല. എന്താണ് പ്രാർത്ഥന എന്ന വിഷയത്തിൽ തീരുമാനമെടുക്കാൻ സാധിച്ചിട്ടില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ആദരണീയരായ പണ്ഡിതന്മാർ കേരളീയ മുസ്ലിം സമൂഹത്തെ പഠിപ്പിച്ച ഈ സത്യസന്ധമായ ആദർശത്തിന് വെളിച്ചത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് വികലമായ തൗഹീദിനെ നിരന്തരം ചോദ്യം ചെയ്തപ്പോൾ ആ തൗഹീദ് യഥാർത്ഥത്തിൽ ശിഥിലമായി കിടക്കുന്ന സാഹചര്യത്തിൽ അത് കൂട്ടിയിണക്കാനും ഒരുമിപ്പിക്കാനും സാധിക്കാത്ത സാഹചര്യത്തിൽ ഞാൻ പറയുന്നു, ഇത് കേരളീയ മുസ്ലിം സമൂഹത്തിൽ സുന്നി ജനകോടികളെ മുശ്രിക്ക് എന്ന് പറയാൻ അവർക്ക് ധാർമ്മികമായി കഴിയില്ലെന്ന് മാത്രമല്ല, സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്കെതിരെ ശിർക്ക് ആരോപിച്ചുകൊണ്ട് ഒരു സംവാദം നടത്താൻ സ്വന്തം പാളയത്തിലെ ശിർക്ക് തൗഹീദ് തീരുമാനിക്കാൻ സാധിക്കാത്ത കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന് സുന്നികൾ തൗഹീദ് പഠിപ്പിക്കാനും സംവാദം നടത്താനും ചരിത്രത്തിൽ വരാൻ സാധിക്കുന്ന പ്രശ്നമേ ഇല്ല. ആധികാരികമായി പറയുകയാണ്, കഴിയുമെങ്കിൽ പറയട്ടെ. സ്വന്തം പകുതി മുശ്രിക്ക്, പകുതി മുസ്ലിങ്ങൾ, മറുവിഭാഗം പറയുന്നു മറ്റേ പകുതി മുശ്രിക്ക്, ഞങ്ങൾ മുസ്ലിങ്ങൾ. ഇങ്ങനെ ഒന്നിച്ചു ചേർന്ന് ഇവർക്ക് സുന്നികളെ തൗഹീദ് പഠിപ്പിക്കാൻ എങ്ങനെ സാധിക്കും? ഞാനൊരൊറ്റ ചോദ്യം കൂടി ചോദിക്കട്ടെ. അവർ പറയുന്നു, KNM-ൽ പറയുന്നു, ഞങ്ങൾ ഒരു വിഭാഗം ആളുകൾ 2007 ശേഷം 2012 ഞങ്ങൾ തൗഹീദിൽ തിരുത്തിയിട്ടുണ്ട്, ഞങ്ങൾ പശ്ചാത്തപിച്ചിട്ടുണ്ട് എന്ന്, ഞങ്ങൾ യഥാർത്ഥ തൗഹീദിലേക്ക് മടങ്ങിയിട്ടുണ്ട് എന്ന്. അങ്ങനെയാണെങ്കിൽ പറയട്ടെ, ഇത്രയും കാലം KNM വിഭാഗം തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചു പോയെങ്കിൽ
ഷിർക്കിൽ അകപ്പെട്ടു പോയെങ്കിൽ, മടവൂർ വിഭാഗം ആരോപിക്കുന്ന മുശ്രിക്കുകളായെങ്കിൽ അവർ ഒറ്റപ്പെട്ട പണ്ഡിതന്മാർ പശ്ചാത്തപിച്ച് മടങ്ങിയാൽ പോരാ. ഒരു മുശ്രിക്കായ മനുഷ്യൻ ഇസ്ലാമിലേക്ക് വരണമെങ്കിൽ കലിമത്തു ഷഹാദത്ത് പച്ചയായി ഉച്ചരിക്കണം. അത് നേതാക്കൾ മാത്രം ഉച്ചരിച്ചാൽ പോരാ. കേരളീയ മുസ്ലിം സമൂഹത്തിലെ അകേന്നം വിഭാഗത്തെ അംഗീകരിക്കുന്ന വഹാബി പ്രസ്ഥാനത്തിലെ സകലമായ പ്രവർത്തനങ്ങളോടും ഇതാ നമുക്ക് തൗഹീദിൽ തെറ്റുപറ്റിയിരുന്നു, മടവൂർ വിഭാഗത്തിന്റെ ലൈനിലേക്ക് പോയിരിക്കുന്നു, അതുകൊണ്ട് കലിമത്ത് ഷഹാദത്ത് ഉച്ചരിക്കേണ്ടിയിരിക്കുന്നു, കലിമ പുതുക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു കലിമ പുതുക്കൽ ക്യാമ്പയിൻ കേരളത്തെ മുജാഹിദ് പ്രസ്ഥാനം നടത്തുന്നില്ലല്ലോ. അപ്പൊ മുസ്ലിം മുശ്രിക്ക് ഐക്യമോ? ഞാൻ ഒരൊറ്റ ഉദ്ധരിക്കട്ടെ. മുജാഹിദ് ഔദ്യോഗിക വിഭാഗം ഷിർക്കുകാരായി എന്ന് സ്ഥിരീകരിക്കപ്പെട്ടല്ലോ. അതാണല്ലോ പറയുന്നത് ഇന്നും ഷിർക്കുകാർ. പക്ഷേ മുസ്ലിം ആകണമെങ്കിൽ ഫത്ഹുൽ മുഈൻ പോലും പഠിപ്പിക്കുന്ന മസ്അല ഇന്നമാ യഹ്സുൽ ഇസ്ലാമു കുല്ലു കാഫിർ. കുല്ലു കാഫിർ, ഏത് കാഫിറിനും മുസ്ലിം ആകണമെങ്കിൽ അസ്രിയിൻ ഔ മുർത്തദിൻ, പണ്ടേ കാഫിറായ മുസ്ലിം കാഫിറാകട്ടെ, അല്ലെങ്കിൽ മുർത്തദിൻ ഇപ്പൊ ചിർക്കിലേക്ക് പോയ മുർത്തദായ കാഫിറാകട്ടെ, അവർക്ക് ഇസ്ലാമിലേക്ക് മടങ്ങണമെങ്കിൽ അനിവാര്യമാണ് തലഫ്ഫുദ് ബിശ്ശഹാദത്തൈനി, രണ്ട് കലിമത്തു ഷഹാദത്ത് ഉച്ചരിച്ചേ തീരൂ. മിനൻ നാത്തിഖി, സംസാരിക്കാൻ കഴിയുന്ന ആളുകൾക്ക് കലിമ ഉച്ചരിക്കാതെ പറ്റില്ല ഇസ്ലാമിലേക്ക് വരാൻ. തുഹ്ഫയുടെ ഇബാറത്ത് ഇപ്രകാരമാണ്: വലാ ബുദ്ദ ഫിൽ ഇസ്ലാം, മുസ്ലിം ആകണമെങ്കിൽ അനുപേക്ഷണീയമാണ്, മുത്ലഖൻ നിരുപാധികം, വഫിൻ നജാത്തി മിനൽ ഖുലൂദി ഫിന്നാർ, നരകത്തിൽ ശാശ്വതമായി അധിവസിക്കുന്നതിനും നരകത്തിൽ ശാശ്വതമായി സാമത്വത്തിന് ശാശ്വതമായി വസിക്കുന്നത് രക്ഷപ്പെടുന്നതിനും അനിവാര്യമാണ്. കമാ ഹുക്കിയ അലൈഹിൽ ഇജ്മാ ഫീ ശർഹ് മുസ്ലിം മിന തലഫ്ഫുദ് ബിശ്ശഹാദത്തൈൻ, രണ്ട് ഷഹാദത്ത് കലിമ ഉച്ചരിച്ചേ തീരൂ. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഔദ്യോഗിക വിഭാഗം തൗഹീദിന്റെ വിഷയത്തിൽ മടവൂർ ഗ്രൂപ്പിന്റെ ലൈൻ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ഐക്യത്തിന് ശേഷം, ഐക്യ പ്രഖ്യാപനത്തിന് ശേഷം ഇതാ മുഴുവൻ മുസ്ലിം സഹോദരന്മാരും തൗഹീദിൽ വിശ്വസിച്ച സകലமான ഇസ്ലാഹി പ്രസ്ഥാനത്തിലെ പ്രവർത്തകന്മാരും ഇത്രയും കാലം മുശ്രിക്കുകളായി തൗഹീദിലേക്ക് വന്നിരിക്കുന്നു പച്ചയായി പറഞ്ഞുകൊണ്ട് കലിമ പ്രഖ്യാപിക്കാൻ ആഹ്വാനം ചെയ്യുന്ന പ്രവർത്തനം നടത്താതെ ഈ മുശ്രിക്ക് മുസ്ലിം ഐക്യത്തിന് കേരളീയ മുസ്ലിം സമൂഹത്തിൽ ഒന്നും ചെയ്യാൻ സാധ്യമല്ലെന്ന് മാത്രമല്ല, ഇനി സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരെ ശിർക്ക് ആരോപിച്ചുകൊണ്ട് ഒരു സംവാദത്തിന് വെല്ലുവിളിക്കാനുള്ള ത്രാണി പോലും മുജാഹിദ് പ്രസ്ഥാനത്തിന് ഉണ്ടാകുന്ന പ്രശ്നമേ ഇല്ലെന്ന് പറയുകയാണ്. അതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ദൈന്യമായ അവസ്ഥ. ആ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ബാക്കി പത്രങ്ങളാണ് കേരളത്തിലെ എല്ലാ ബിദ്അഈ പ്രസ്ഥാനങ്ങളും. ഇത്തരം ബിദ്അഈ പ്രസ്ഥാനങ്ങൾക്കെതിരെ സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആ നിലപാടുമായി ആധികാരികമായി മുന്നോട്ടു പോകുമെന്ന് ബഹുമാനപ്പെട്ട സമസ്തയുടെ സമുന്നതനായ ഉപാധ്യക്ഷൻ നമ്മുടെ പ്രിയങ്കരനായ നായകൻ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളും അജയ്യനായ നമ്മുടെ ജനറൽ സെക്രട്ടറി ബഹുമന്യനായ ഉസ്താദ് ആലിക്കുട്ടി മുസ്ലിയാരോടും ആധികാരികമായി പറഞ്ഞ പശ്ചാത്തലത്തിൽ വന്ദ്യരായ നേതാക്കളുടെ പേരിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള പരാമർശങ്ങളും ലേഖനങ്ങളും വന്നുകൊണ്ട് ആദർശരംഗത്ത് സമസ്ത വഴിതെറ്റിയിരിക്കുന്നു വരുത്തി തീർക്കാൻ ആരെങ്കിലും വിഫലശ്രമം നടത്തുന്നെങ്കിൽ അത്തരം ശ്രമങ്ങൾ കേരളീയ സുന്നി സമൂഹം വിലപ്പോകില്ല എന്ന് ആധികാരികമായി വന്ദ്യരായ ഉസ്താദുമാരെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.